ലാസ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് എ വാം റിമൈൻഡർ ഓഫ് ഹൗ ബ്യൂട്ടിഫുൾ അവർ ലൈഫ് ഇസ്. ചില ആൾക്കാർക്ക് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് ചെറിയ രീതിയിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടം, എന്നെപ്പോലെ. ഈ ബർത്ത്ഡേ ദിവസം അഥവാ ജന്മദിനത്തിൽ ഞാൻ എനിക്ക് ജന്മം നൽകിയതിനെ പറ്റി ഓർത്തുപോയി എൻ്റെ മാതാപിതാക്കളെ. എൻ്റെ ഒരു ഡിയർ ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ മൈൽ സ്റ്റോൺ ബർത്ത്ഡേ ഇവിടെ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അച്ഛനും നാട്ടിലായ അച്ഛനും വരാൻ സാധിക്കാത്തതുകൊണ്ട് ഷീ ട്രാവൽ ഓൾ ദ വേ ടു മീറ്റ് ദം ആൻഡ് ദെൻ ആഫ്റ്റർ ദറ്റ് ഷീ കെയിം ഹിയർ ആൻഡ് സെലിബ്രേറ്റഡ് ദ ബർത്ത്ഡേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിയലി ടച്ച് മീ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പലരും പല ബന്ധങ്ങളും മറക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു നോ ദറ്റ് സ്റ്റിൽ ദർ ഇസ് ലവ് ആൻഡ് വാല്യൂ ഇൻ അവർ ലൈഫ്സ്. ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഞാൻ കുറച്ച് കിവി ഫ്രൂട്ട് വാങ്ങിച്ചായിരുന്നു. കിവി ഫ്രൂട്ട് വാങ്ങിയിട്ട് അത് ആക്ച്വലി പഴുക്കുമെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. 2-3 ദിവസം വെച്ചിട്ട് പഴുക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഇനി എന്ത് ചെയ്യും. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു, പിക്കിൾ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ യു വിൽ നോട്ട് ബിലീവ്, ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഐ വിൽ ഷെയർ ദ റെസിപ്പി വിത്ത് യു ഓൾ ഓൾസോ എന്ന്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ റെസിപ്പീസ് എല്ലാം മിക്കവാറും വളരെ സിമ്പിളായിരിക്കും. എനിക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അവരെല്ലാവരും പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അവരൊരു പ്രാവശ്യം ലഞ്ചിന് വന്നപ്പോൾ ഈ കിവി പിക്കിൾ സെർവ് ചെയ്തു. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ റെസിപ്പി പോലും എൻ്റെ അടുത്ത് ചോദിച്ചു. ഐ വാസ് റിയലി happy to hear that. Moments like these, big and small, make life truly flavorful. Thank you for watching and see you next time. Bye bye.